ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെയും അയൽ രാജ്യങ്ങളുടെയും വികസനാനുഭവങ്ങൾ ഒരു താരതമ്യ പഠനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെയും അയൽ രാജ്യങ്ങളുടെയും വികസനാനുഭവങ്ങളുടെ ആ വികസന പാതയെക്കുറിച്ചിട്ടാണ്. അതിലുള്ള കുറച്ച് സമാനതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ സമാനത എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നേടിയ കൊല്ലത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ, സ്വാതന്ത്ര്യം നേടിയ കൊല്ലം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ 1947-ലും ചൈന 1949-ലുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു പേര് പറയുന്നുണ്ട്, ദ റിപ്പബ്ലിക് ഓഫ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്ന ഒരു പേര് കേട്ടോ. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന, അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആ രീതിയിൽ തന്നെ പഠിക്കണം കേട്ടോ. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്നത് എന്താണ്? ചൈന സ്വതന്ത്രമായത് 1949-ലാണ്. ഓക്കെ, ചൈന സ്വതന്ത്രമായത് എന്നാണ്? 1949-ലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാമ്പത്തിക ആസൂത്രണം ഇന്ത്യയിൽ, അതായത് സാമ്പത്തിക ആസൂത്രണം നടന്നത് ഇന്ത്യയിൽ 1951-ലും ചൈനയിൽ എന്നാണ് 1953-ലും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ 1956-ലുമായിരുന്നു. ഓക്കെ, സാമ്പത്തിക ആസൂത്രണമാണ് ഈ 3 രാജ്യങ്ങളിലും നടന്നത്. അത് ഇന്ത്യയിൽ 1951-ലും ചൈനയിൽ 1953-ലും പാകിസ്ഥാനിൽ 1956-ലുമായിരുന്നു. അത് മാത്രമല്ല, സാമ്പത്തിക ആസൂത്രണം നടത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ആരായിരുന്നു? ഗവൺമെൻറ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഈ 3 രാജ്യങ്ങളിലും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പാതകളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ആരാണ്? ഗവൺമെൻറ് ആയിരുന്നു. ഓക്കെ, അത് മാത്രമല്ല, എന്താണ്, സാമ്പത്തിക പരിഷ്കരണ സമയത്തിന് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ കമ്പോളത്തിന് അവർ എന്ത് ചെയ്തിരുന്നു? പ്രാധാന്യം നൽകിയിരുന്നു. 1980 വരെ വലിയ മാറ്റമൊന്നും, വലിയ രീതിയിലുള്ള വളർച്ചാ നിരക്കൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലൊക്കെ എന്ത് ചെയ്തു? വളർച്ചാ നിരക്കിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മുടെ സമാനതകളിലായിട്ട് എഴുതേണ്ടത്. ടെസ്റ്റിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് സമാനതകൾ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ വികസന പാതയെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചൈന നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലേ, ചൈനയൊക്കെ നിങ്ങൾ പഠിച്ച കാര്യം കൂടിയായിരിക്കും. അതുകൊണ്ട് ചൈനയുടെ വികസന പാതകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാലം, അതായത് 1949 വരെ എവിടെ മാവോ സേതുങ്ങിൻ്റെ അധികാരത്തിലെ ഒരു ഏകപക്ഷീയ ഭരണത്തിൻ്റെ കീഴിൽ നിലനിന്നിരുന്നൊരു പ്രദേശമാണ് ചൈന എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ചൈനയിൽ 1949-ലാണ് ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1949 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചൈന ഒരു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പേരിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പേരിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ഈ പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവസായവൽക്കരണത്തെ മെയിൻ ചെയ്തുകൊണ്ട് വ്യവസായവൽക്കരണത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവണം എന്ന അടിസ്ഥാനത്തിലാണ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പേരിൽ, മഹത്തായ കുതിച്ചുചാട്ടം എന്ന പേരിൽ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. അത് മാത്രമല്ല കേട്ടോ, കാർഷിക മേഖലയുടെ കുതിച്ചുചാട്ടത്തിന് വേണ്ടിയിട്ടും അവിടെ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് കമ്മ്യൂൺ സമ്പ്രദായം. കമ്മ്യൂൺ എന്ന പേരിൽ, കമ്മ്യൂൺ സമ്പ്രദായം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി. ഏകദേശം 26,000-ഓളം വരുന്ന കമ്മ്യൂണുകൾ ചൈനയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ കമ്മ്യൂൺ സമ്പ്രദായവും ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡൊക്കെ വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചൈനയിൽ ഒരു അതിരൂക്ഷമായ വരൾച്ച ഉണ്ടാകുന്നതും ഏകദേശം 3 കോടിയോളം വരുന്ന ജനങ്ങൾ മരിച്ചു പോകുന്നതും. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ചൈന റഷ്യയുമായിട്ട് ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായി. ചൈനയുടെ വ്യവസായവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ചൈനയിലേക്ക് അയച്ചിരുന്ന ഒരു വിദഗ്ധരെ റഷ്യ പെട്ടെന്ന് അങ്ങ് തിരിച്ചു വിളിച്ചു. ഇത് ചൈനയുടെ വ്യവസായ നീക്കങ്ങളെയൊക്കെ പ്രതിസന്ധിയിലേക്ക് ആക്കി എന്നാണ് പറയുന്നത്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1965 അവിടെ മാവോ സേതുങ് വീണ്ടും വന്ന് ഒരു പ്രോലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ വേണ്ടി പോവാൻ ഡോക്ടർമാരോടും ടീച്ചർമാരോടും അങ്ങനെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളോടും ഗ്രാമപ്രദേശങ്ങളിലേക്ക് തൊഴിൽ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി 1966 മുതൽ 75 വരെയുള്ള 76 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 10 കൊല്ലത്തോളം ചൈനയിൽ വിപ്ലവകരമായിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായി ചൈനയ്ക്ക് ഒത്തിരി മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി 1978 കുറച്ച് പരിഷ്കാരങ്ങളുമായിട്ട് ഡെങ് സിയാവോ പിങ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് പരിഷ്കാരങ്ങളുമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്ന ഒന്ന് കമ്മ്യൂൺ സമ്പ്രദായം. അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂൺ സമ്പ്രദായം നിർത്തലാക്കി പകരം ഒരു ഉത്തരവാദിത്ത രീതിയിലുള്ള ഒരു കാർഷിക സംവിധാനം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സമ്പ്രദായമാണ് ഇരട്ട വില സമ്പ്രദായം അവിടെ നടപ്പിലാക്കി. അവിടെ ഗവൺമെൻറ്റിൻ്റെ വില നിരക്കിൽ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ വില നിരക്കിൽ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഇരട്ട വില സമ്പ്രദായം നടപ്പിലാക്കി. അവിടുത്തെ ഫോറിൻ ട്രേഡിനെ, വിദേശ വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുമാത്രമല്ല പ്രത്യേക സാമ്പത്തിക മേഖലകളൊക്കെ അവിടെ സ്ഥാപിക്കുകയുണ്ടായി. സ്വകാര്യ മൂലധന നിക്ഷേപം ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചൈന ഒത്തിരി മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായ മാറ്റമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ലോക ബാങ്കിൻ്റെ കണക്ക് പ്രകാരമൊക്കെ 2014 ലോക ബാങ്കിൻ്റെ കണക്ക് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കോണമി പണിതുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്നാണ് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ചൈനയുടേത് എന്ന് ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചൈനയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് 1978 സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു 4-5 പോയിന്റ് ഉണ്ട്. അത് അതേ രീതിയിൽ തന്നെ പഠിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ